ആദ്യം കോൺഗ്രസിലും പിന്നീട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലും തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പ്രവർത്തിച്ച EMS പിൽക്കാലത്ത് ദീർഘകാലം CPIMന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്ന് പാർട്ടിയെ നയിച്ചു. ഫ്യൂഡലിസത്തിനും സാമ്രാജ്യത്വത്തിനും അമിതാധികാര സ്വേച്ഛാധിപത്യ വാഴ്ചയ്ക്കും വർഗീയതയ്ക്കുമൊക്കെ എതിരായ നിരന്തര പോരാട്ടങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. 1957ലും 67ലും EMSന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന മന്ത്രിസഭകൾ കേരളത്തിന്റെ ചരിത്രം മാറ്റിമറിക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. കുടിയൊഴിപ്പിക്കൽ നിർത്തലാക്കിയതും പണിയെടുക്കുന്ന പാവപ്പെട്ട കർഷക തൊഴിലാളിയെ മണ്ണിന്റെ ഉടമയാക്കിയതും മാനേജ്മെന്റിന്റെ അടിമത്തത്തിൽ നിന്ന് അധ്യാപകരെ മോചിപ്പിച്ച് അവർക്ക് സർക്കാർ ശമ്പളം ഉറപ്പാക്കിയതുമൊക്കെ അവയിൽ ചിലതു മാത്രം. ഒട്ടേറെ പുരോഗമന നിയമനിർമ്മാണ പരിപാടികളുമായി മുന്നോട്ടുപോയ 57ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെന്റിനെതിരെ കേരളത്തിലെ സ്ഥാപിത താൽപര്യക്കാരും സാമുദായിക താൽപര്യക്കാരും ഒരുമിച്ച് അണിചേർന്നു. ഇതിന്റെ ഫലമായി ജനകീയ സർക്കാരിനെ പിരിച്ചുവിട്ടു. വിമോചന സമരം കേരളത്തിന്റെ ചരിത്രത്തിലെ കുപ്രസിദ്ധമായ ഒരു ഘട്ടമായി പിൽക്കാലത്ത് വിലയിരുത്തപ്പെട്ടു. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട് അധികാരത്തിൽ വന്ന സംസ്ഥാന ഗവൺമെന്റുകളെ ജനാധിപത്യ വിരുദ്ധമായി പിരിച്ചുവിടുന്ന നടപടികൾക്ക് തുടക്കമായത് അന്നാണ്. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിലൂടെ ആദ്യമായി അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ പുറത്താക്കാൻ വിദേശത്തുനിന്ന് പണമെത്തിയ കാര്യവും പിൽക്കാലത്ത് സ്ഥിരീകരിക്കപ്പെട്ടു. സമാനതകളില്ലാത്ത രാഷ്ട്രീയ വ്യക്തിത്വമായിരുന്നു EMSന്റേത്. കമ്മ്യൂണിസ്റ്റ് ചിന്തകൻ, പാർട്ടി നേതാവ്, ഭരണാധികാരി, ഗ്രന്ഥകാരൻ, ചരിത്രകാരൻ, പത്രാധിപർ എന്നിങ്ങനെ പല നിലകളിലായി തെളിഞ്ഞു നിന്ന ആ വ്യക്തിത്വം അനേക പതിറ്റാണ്ടുകൾ കേരളത്തിന്റെ രാഷ്ട്രീയത്തിലെ നിറചൈതന്യമായിരുന്നു. ഏതു രാഷ്ട്രീയ പ്രതിസന്ധികളെയും മുറിച്ചുകടക്കാൻ കരുത്തുള്ള ആ വാക്കിനായി കേരളം പല ഘട്ടങ്ങളിലും കാതോർത്തു നിന്നു. ഈ രാജ്യത്തെ തൊഴിലാളി കർഷകാദി ബഹുജനങ്ങളുടെ വിപ്ലവ പ്രസ്ഥാനങ്ങളും അവയ്ക്ക് പിന്തുണ നൽകുന്ന ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ പാർട്ടികളും നടത്തുന്ന പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുകയാണ്. കേരളത്തിന് ചിന്തയുടെ വെളിച്ചം നൽകിയ ആ വ്യക്തിത്വം തീർത്ത വഴികളിലൂടെ ജനലക്ഷങ്ങൾ മുന്നേറി. അവരുടെ മനസ്സിൽ കെടാത്ത ജ്വാലയായി നിൽക്കുകയാണ് ഇന്നും EMS. പൊളിറ്റിക്കൽ ഡെസ്ക്.